സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓഫീസിലെ ഒരു അർജൻറ്റ് വർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുചിത്രയോട് കള്ളം പറഞ്ഞ് നമ്മുടെ സാഗർ പോകാൻ നേരത്ത് ഈ സമയത്താണോ വർക്ക്, പിന്നീട് പോയാൽ പോരെയെന്ന് സുചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷും കൂടിയില്ല, ആ വർക്ക് പെൻഡിങ് വെച്ചാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് സാഗർ ആണെങ്കിൽ നേരെ മദറമ്മയെ കണ്ട് വളരെ വിഷമത്തോടെയാണെങ്കിലും കൃഷിൻ്റെ കാര്യം പറഞ്ഞ്, കൃഷിൻ്റെ ജനന സമയത്ത് ഇങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടായിരുന്നോ, അങ്ങനെ വല്ലതും ഡോക്ടർ പറഞ്ഞതായിട്ട് ഓർക്കുന്നോ എന്ന് ചോദിക്കുമ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്നും വളരെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു പറയുന്നുണ്ട് നമ്മുടെ മദറമ്മ. മാത്രമല്ല, സുഖം പ്രാപിച്ചു വരുന്ന കൃഷിനെ അവസാന യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പിട്ട് തനിക്ക് ഒന്ന് കാണണമെന്നുള്ളൊരു ആഗ്രഹവും പറയുന്നു. അത് സാധിച്ചു കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ് നമ്മുടെ സാഗറാണെങ്കിൽ വരുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കൃഷിനെ കാണുന്നുണ്ട്. ഒരുപാട് വിഷമമുണ്ടെങ്കിലും കൃഷിൻ്റെ മുമ്പിൽ സങ്കടം കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സാഗറാണെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണുന്നു. ഒന്നാമതേ സുചിത്രയ്ക്ക് എല്ലാം സംശയമാണ് സാഗറിൻ്റെ പെരുമാറ്റത്തിൽ. അങ്ങനെ ഡോക്ടറിനെ കണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും ഒരു കാരണവശാലും ആ വിവരം മറ്റാരുടെയും പറയരുത് എന്ന് വാക്ക് പറയണം എന്നൊക്കെ സാഗർ പറയുന്നത് സുചിത്ര കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. എന്തായാലും അങ്ങനെ പറയുന്നുണ്ട്. അകലെ മാറിയായാലും നമ്മുടെ സുചിത്ര അവിടെ നിൽപ്പുണ്ട്. എന്തായാലും നമ്മുടെ സാഗറിൻ്റെ ജന്മരഹസ്യമായിരിക്കും പറയാൻ പോകുന്നത്. മിക്കവാറും ബലരാമനെ നഷ്ടമായിരുന്നല്ലോ ആദ്യത്തെ പ്രസവത്തിന് ശേഷം. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ കുഞ്ഞ് മരിക്കുകയോ അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് സുചിത്രയുടെ കുഞ്ഞാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വളർത്തിയ കുഞ്ഞാകുമോ നമ്മുടെ കൃഷെന്ന് സംശയമുണ്ട്. അധികം താമസിക്കാതെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നമ്മുടെ മാനസയ്ക്കാണെങ്കിൽ സന്തോഷത്തിൻ്റെ മേൽ സന്തോഷമാണ്. ആൻറ്റിയമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയുന്നു. ആദ്യം നമ്മുടെ സാഗറിനെയോ അല്ലെങ്കിൽ സുചിത്രയോ വിളിക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവർ മിക്കവാറും കോൾ എടുക്കില്ല എന്ന് മനസ്സിലാക്കി കൺമണി വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൺമണി ഇനി തെറ്റിദ്ധരിച്ചാലോ, വേണ്ട ആൻറ്റിയമ്മയെ വിളിച്ച് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ് ആൻറ്റിയമ്മ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് കൃഷിൻ്റെ ശരിക്കുള്ള അപ്ഡേറ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല ആൻറ്റിയമ്മയ്ക്ക്. കാരണം സുചിത്രയുടെ സംസാരത്തിൽ ഒരു പതർച്ചയുണ്ട്. അതിൽ നിന്നും പ്രശ്നം ഗുരുതരമാണോ എന്നെനിക്കൊരു സംശയമുണ്ടെന്ന്, ഒരു സംശയം മാത്രം ആൻറ്റിയമ്മ പറഞ്ഞിട്ടുണ്ട്. കാരണം ആൻറ്റിയമ്മ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ കൃഷിന് ഇതുപോലെ വെട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണെന്നുള്ള കാര്യം അറിയാം. നിസാര പരിക്കായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടയച്ചേനെ. എന്തായാലും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കൊണ്ട് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. ശരിക്കും ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹമാണ്. കൃഷി ഇപ്പോഴും കരുതുന്നത് പെട്ടെന്ന് തന്നെ കൃഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഒന്നും നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. എന്തായാലും ആൻറ്റിയമ്മയുടെ വർത്തമാനത്തിൽ നിന്ന് മാനസയ്ക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇനി കൺമണിയുടെ വീട്ടുകാരും കൂടി ഇതേ കണക്ക് നേരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തായാലും കൺമണിയുടെ വീട്ടിൽ ഒരല്പമെങ്കിലും ഇടഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ധനലക്ഷ്മി തന്നെയാണ്. അപ്പോൾ ധനലക്ഷ്മിയെ കയ്യിലെടുത്തിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി ധനലക്ഷ്മിയെ വിളിക്കുമ്പം അവർക്കാണെങ്കിൽ ആ 51 പവൻ കഞ്ചാവ് കേസിലെ പ്രതികൾ കൊണ്ടുപോയത് ഓർത്താണ് വിഷമം. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണ്ണമാണ്, അത് കള്ളന്മാർ കൊണ്ടുപോയില്ലേ എന്നൊക്കെ പറയുമ്പോൾ മാനസയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്ന മട്ടിന് എരിപിരി കയറ്റി കൊടുക്കുന്നു. അപ്പം എൻ്റെ വീട്ടിലുള്ള ഒരാൾ പോലുമല്ല, എന്നിട്ട് പോലും മാനസയ്ക്ക് എൻ്റെ പ്രയാസം മനസ്സിലായല്ലോ, എനിക്ക് സമാധാനമായി എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് കോള് കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ മാനസയാണെങ്കിൽ അവർക്ക് ഭർത്താവ് ജയിലിൽ കിടക്കുന്നതിനേക്കാളും പ്രശ്നം സ്വർണത്തെക്കുറിച്ച് ഓർത്താ. എന്തായാലും കൺമണിയുടെ വീട്ടിൽ എല്ലാവരും സങ്കടത്തിലാണെന്നുള്ള കാര്യം മാനസ ജയമോഹനോടും ഹേമയോടും പറയുന്ന സമയത്ത് അവർക്കും സന്തോഷമേ ഉള്ളൂ. കാരണം ബലരാമനും മാനസയുമായിട്ടുള്ള വിവാഹം ഇത്തവണ മുടക്കിയത് മറ്റാരുമല്ല, കൃഷും കൺമണിയും ചേർന്നാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ച മംഗളകാര്യം മുടങ്ങിയെന്ന് കേൾക്കുമ്പം ഇവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകൂ. വിവാഹവേഷത്തിൽ വന്ന മാനസ വിവാഹം നടക്കാതെ വീട്ടിൽ വന്നപ്പം അവർക്കുണ്ടായ പ്രയാസം തന്നെ കൃഷു അനുഭവിക്കണമെന്നാണ് ഇപ്പോൾ ജയമോഹനും ഒരാഗ്രഹം. എന്തായാലും കൃഷിനെ പരിചരിക്കാനായിട്ട് കൺമണിക്ക് ഒരവസരം കിട്ടുന്ന സമയത്ത് ഓറഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൃഷി കൈ പൊക്കുന്ന സമയത്ത് കൃഷിനാണെങ്കിൽ വല്ലാത്ത വേദന ഉണ്ടാകുന്നു. അങ്ങനെ കൃഷി വിഷമിക്കുന്നത് കണ്ടിട്ട് ഡോക്ടറെ വിളിക്കാനായിട്ട് ഓടുന്ന കൺമണിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. എന്താകുമെന്ന് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.